നമസ്കാരം, സാഗരി റൈസ് പ്ലസിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് ഹെൽത്ത് പ്രോബ്ലംസ് ഇൻ ഇന്ത്യ ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ള കാര്യം അറിയാമല്ലോ. അപ്പോൾ ആ ഒരു ഹെൽത്ത് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഹെൽത്ത് പ്രോബ്ലംസ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിലെ കാര്യമല്ല, എല്ലാ രാജ്യങ്ങളുടെ കാര്യം എടുത്താലും എല്ലാ രാജ്യങ്ങൾക്കും അവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അനുസരിച്ച്, അവിടുത്തെ ആൾക്കാർക്കനുസരിച്ച്, അതുപോലെ തന്നെ അവിടുത്തെ ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിലെ പോപ്പുലേഷൻ അനുസരിച്ച് ഓരോ രാജ്യത്തിന്റെയും ഹെൽത്ത് പ്രോബ്ലംസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. നമ്മുടെ രാജ്യത്തിനും എന്തുണ്ട്? ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹെൽത്ത് പ്രോബ്ലംസ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസുകളാണ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രോബ്ലംസ്. രണ്ടാമത്തേത് ന്യൂട്രീഷണൽ പ്രോബ്ലംസ്. മൂന്നാമത്തേത് എൻവയോൺമെന്റൽ സാനിറ്റേഷൻ പ്രോബ്ലം. ആൻഡ് നാലാമത്തേത് മെഡിക്കൽ കെയർ പ്രോബ്ലംസ്. ആൻഡ് അഞ്ചാമത്തേത് പോപ്പുലേഷൻ പ്രോബ്ലംസ്. അപ്പോൾ ഓരോ നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കി പോവാം. ഫസ്റ്റ് നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസ് നോക്കാം. അപ്പോൾ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മേജർ പ്രോബ്ലം ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, നമുക്കത് ഒരുപാട് കൺട്രോൾ ചെയ്യാനും പറ്റിയിട്ടില്ല. ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിന്റെ ഒക്കെ കാര്യത്തിലാണെങ്കിൽ അത് ഒരു പരിധി വരെ, അല്ലെങ്കിൽ ഒരു പരിധിക്ക് മേൽ നിന്ന് നോക്കുകയാണെങ്കിലും അവിടെ എല്ലാം കൺട്രോൾഡ് ആണ്. പക്ഷെ ഇന്ത്യയുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഒരു കൺട്രോളിങ് ഇതുവരെ നടന്നിട്ടില്ല. ഇന്ത്യയിൽ ഇപ്പോഴും ഈ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ സ്പ്രെഡിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലേറിയയെ പറ്റിയിട്ടാണ്. അപ്പോൾ മലേറിയ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു മേജർ ഹെൽത്ത് പ്രോബ്ലം ആണ് ഇന്ത്യയിലെ മലേറിയ. അപ്പോൾ ഇതിന്റെ ഒരു എപ്പിഡമോളജിക്കൽ സിറ്റുവേഷൻ, അതായത് ഇങ്ങനെ പകർച്ചയായിട്ട് ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഇതുവരെയും ഒരു ഇമ്പ്രൂവ്മെന്റും കാണിച്ചിട്ടില്ല. അതെന്തെയാണ്? ഇപ്പോഴും നല്ല വേഴ്സൺ ആയിട്ട്, നല്ല ആക്റ്റീവായിട്ട് തന്നെ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡിസീസാണ് മലേറിയ. അപ്പോൾ ടോട്ടൽ മലേറിയ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയറിലെ കണക്കനുസരിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടോട്ടൽ മലേറിയ നമുക്ക് കേസസ് കുറച്ച് ഡിക്ലൈൻ ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു പ്ലാസ്മോഡിയം ഫാൽസിപാരം എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെ കോസേറ്റീവ് ഏജന്റ് കാരണം ഉണ്ടാകുന്ന അതിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ കമ്പാരബിളി നമ്മൾ മുന്നത്തെ വർഷങ്ങളിലെ ഒരു മലേറിയ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിക്ലൈനിങ് കാണിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു പ്രൊപ്പോർഷൻ ഓഫ് പ്ലാസ്മോഡിയം ഫാൽസിപാരം എന്താണ്? ഇൻക്രീസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിൽ കൂടുതലായിട്ട് ഈ ഒരു മലേറിയ കാണുന്നുണ്ട്. അതുപോലെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒറീസ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്രയിലൊക്കെ ഇപ്പോഴും മലേറിയ കേസസ് ഇൻക്രീസ് ആവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നെക്സ്റ്റ് നോക്കുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് ട്യൂബർകുലോസിസ്. എല്ലാവർക്കും അറിയാലോ, ട്യൂബർകുലോസിസ് നമ്മൾ ഷോർട്ട് ഫോമിൽ TB എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ ട്യൂബർകുലോസിസും ഒരു മേജർ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം തന്നെയാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ട്യൂബർകുലോസിസ് പേഷ്യൻസിനെ കാണാൻ കഴിയുന്നുണ്ട്. മൊത്തത്തിലുള്ള ലോകത്തിന്റെ ഇൻസിഡൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 1/5 ഇന്ത്യയിലേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ മലേറിയ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് ട്യൂബർകുലോസിസ്. ട്യൂബർകുലോസിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം HIV-യുമായിട്ട് ഈ ഒരു TB ഒരു കോ ഇൻഫെക്ഷൻ കാണിക്കുന്നുണ്ട്. അതായത് HIV വരുന്ന ആൾക്കാർക്ക് ആ ഒരു HIV-യുടെ ആ ഒരു സിവിയറിറ്റി കൂടുന്നതനുസരിച്ച് TBയുടെ ഇൻഫെക്ഷന് വരുന്നുണ്ട്. അതുപോലെ തന്നെ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഈ ഒരു TBയുടെ ഇൻക്രീസിങ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ അതിന്റെ സിവിയറിറ്റിയും അതിന്റെ മാഗ്നിറ്റ്യൂഡും ഒക്കെ ഇൻക്രീസ് ആയിക്കൊണ്ട് ഇരിക്കുകയാണ്. നെക്സ്റ്റ് മൂന്നാമത് പറഞ്ഞ ഡയേറിയൽ ഡിസീസുകളാണ്. ഡയേറിയൽ ഡിസീസ് അറിയാലോ, നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിസീസുകളാണ് ഡയേറിയൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഡയേറിയൽ ഡിസീസ് പ്രധാനമായിട്ടും ഇത് നമ്മുടെ വയറിനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ആഹാരം കഴിക്കുന്നത് ഡെപ്പോസിറ്റ് ആവുന്ന സ്ഥലമാണ് വയറ്. നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും മിനറൽസിന്റെ അബ്സോർപ്ഷൻ നടക്കുന്ന ഒരു ഏരിയയാണ് വയറ്. അപ്പൊ ഈ വയറിനെ ഈ ഒരു അസുഖം ബാധിക്കുമ്പോൾ അല്ലെങ്കിൽ ഡയേറിയ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം മോശമാക്കുകയാണ് ചെയ്യുന്നത്. സോ ഡയേറിയ വന്നു കഴിഞ്ഞാൽ ഈ ഡയേറിയ കാരണം നമുക്ക് മേജർ ആയിട്ടുള്ള ഒരു വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഡയേറിയ കാരണം നമുക്ക് മോർബിഡിറ്റി റേറ്റും മോർട്ടാലിറ്റി റേറ്റും ഒക്കെ ഒരുപാട് കൂടി നിൽക്കുകയാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതൊരു വലിയ പ്രശ്നമാണ്. ഓക്കെ, ദെൻ ഈ ഒരു ഡയേറിയൽ ഡിസീസ് അതിൽ നമ്മൾ കോളറയും കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്.
ഡയേറിയൽ ഡിസീസ് ഇൻക്ലൂഡിങ് കോളറ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന കാര്യമാണ്. മിക്ക ഈ ഒരു പുവർ സാനിറ്റേഷനുള്ള ഹാബിറ്ററ്റിൽ ജീവിക്കുന്ന ആൾക്കാർക്കെല്ലാം ഈ പറഞ്ഞ ഡയേറിയൽ ഡിസീസസ് വരുന്നുണ്ട്. അപ്പൊ എൻവയോൺമെന്റൽ കണ്ടീഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ഒരു ഡയേറിയൽ ഡിസീസ് ഡയേറിയ പറയാൻ പറ്റും. കാരണം നന്നായിട്ട് നല്ല പ്യുവർ അല്ലാത്ത സേഫ് അല്ലാത്ത ആഹാരം വെള്ളമൊക്കെ കൺസ്യൂം ചെയ്യുന്നതിലൂടെയും എന്ത് വരുന്നുണ്ട്, ഡയേറിയൽ ഡിസീസ് വരുന്നുണ്ട്. ഇനി നമ്മളിവിടെ പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് കോളറയെ പറ്റിയിട്ടാണ്. അതിന്റെ പേരാണ് എൽ ടോർ കോളറ. അപ്പൊ ഇത് EI എന്ന് വായിക്കുന്നത് EL ആണ്, ആൽഫബറ്റ് EL ആണ്. അപ്പോൾ എൽ ടോർ കോളറ എന്ന് പറഞ്ഞാല് വൈഡ്ലി പ്രിവലന്റ് ആയിട്ട് ഇന്ത്യയിൽ കാണുന്ന ഒരു കോളറയാണ്, ടൈപ്പ് ഓഫ് കോളറയാണ് എൽ ടോർ കോളറ. അപ്പൊ ഈ എൽ ടോർ കോളറ എന്ന് പേര് കൊടുക്കുന്നത് നമ്മുടെ ഈജിപ്തിലെ ഒരു ക്യാമ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് ഒരു എൽ ടോർ എന്നൊരു പേരൊക്കെ ഇതിന് വരുന്നത്. അപ്പൊ ഈ എൽ ടോർ കോളറ എന്ന് കണ്ടു കഴിഞ്ഞാൽ ആലോചിച്ചോ, ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് വൈഡ്ലി പ്രിവലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കോളറയാണ്. പക്ഷേ നമ്മുടെ ക്ലാസിക് കോളറയെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മൈൽഡർ ഇൻഫെക്ഷൻ ആണ് ഉണ്ടാവുന്നത്. സാധാരണ നമ്മൾ കോളറ എൽ ടോർ അല്ലാത്ത സാധാരണ ക്ലാസിക്കൽ കോളറ ഉണ്ടല്ലോ, അതിനെ വെച്ച് നോക്കുമ്പോൾ ഒരു മൈൽഡർ ഇൻഫെക്ഷൻ ആണ് ഈ എൽ ടോർ കോളറ ചെയ്യുന്നത്. നെക്സ്റ്റ് അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ARI, അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. പേരിൽ തന്നെയുണ്ട്, നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലായിരിക്കും ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നത്. അതും മോർട്ടാലിറ്റിക്കും മോർബിഡിറ്റിക്കും ഒക്കെ കാരണമാകുന്നുണ്ട്. ചിൽഡ്രൻസ് ബിലോ 5 years ഓഫ് ഏജിലും ഈ അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ ഹെൽത്തിനും അതുപോലെ തന്നെ അവരുടെ ആ ഒരു മുഴുവനായിട്ടുള്ള ആരോഗ്യത്തിനെയൊക്കെ ബാധിക്കുന്ന ഇൻഫെക്ഷൻ ആണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. ദെൻ നെക്സ്റ്റ് ലെപ്രസി ആണ്. ലെപ്രസിയും ഇന്ത്യയിൽ ഏറ്റവും പ്രിവലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. അപ്പോൾ ഒരുപാട് മൾട്ടി ഡ്രഗ് തെറാപ്പി സർവീസസ് ഒക്കെ ഈ ഒരു ലെപ്രസിയെ തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഫൈലേറിയ ആണ്, ഫൈലേറിയാസിസ്. ഫൈലേറിയ അറിയാലോ, ഫൈലേറിയൽ വേംസ് കാരണം ഉണ്ടാകുന്ന ഡിസീസ് ആണ് ഫൈലേറിയാസ്. ഒരു മേജർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് തന്നെയാണ് ഈ പറയുന്ന ഫൈലേറിയാസിസും. അപ്പോൾ ഇന്ത്യയിൽ മുഴുവനായിട്ട് ഇത് ഉണ്ടെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും കാണാൻ പറ്റുമെങ്കിലും ഏറ്റവും കൂടുതൽ കാണുന്നത് ഈസ്റ്റ് കോസ്റ്റ് റീജിയൻസിലും അതുപോലെ പാർട്സ് ഓഫ് മധ്യപ്രദേശ് ആൻഡ് ഉത്തർപ്രദേശിലാണ് ഏറ്റവും ഹെവിലി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു ഫൈലേറിയാസിസ് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഈ ഒരു ഫൈലേറിയൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന 2 ടൈപ്പ് ഓഫ് ഫൈലേറിയൽ ഓർഗാനിസംസ് ഉണ്ട്. ഒന്ന് വൂഷറേറിയ ബാൻക്രോഫ്റ്റി, ഒന്ന് ബ്രുഗിയ മലായി. ഈ 2 കോസേറ്റീവ് ഓർഗാനിസംസ് കാരണമാണ് പ്രധാനമായിട്ടും ഫൈലേറിയാസിസ് വരുന്നത്. ഇനി ഫൈലേറിയാസിസ് വൂഷറേറിയ ബാൻക്രോഫ്റ്റി കാരണമാണ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രിവലന്റ് ആയിട്ട് ഉള്ളൊരു ഡിസീസ് തന്നെയാണ്. വൂഷറേറിയ ബാൻക്രോഫ്റ്റി കാരണമാണ് ഉണ്ടാവുന്നതെങ്കിൽ. ഇനി ബ്രുഗിയ മലായി ആണെന്നുണ്ടെങ്കിൽ സർട്ടൻ ഏരിയാസിൽ മാത്രമാണ് അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും കേരള, ആസാം, ഒറീസ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ആൻഡ് വെസ്റ്റ് ബംഗാൾ. ഓക്കെ, അപ്പൊ ആ ഒരു 2 കോസേറ്റീവ് ഓർഗാനിസത്തിന്റെയും പറ്റി പഠിച്ചിരിക്കുന്ന പോയിന്റുകൾ ഒന്ന് സ്ട്രെസ് ചെയ്തോളുക. ഇപ്പൊ വൂഷറേറിയ ബാൻക്രോഫ്റ്റി കാരണമാണെന്നുണ്ടെങ്കിൽ അത് മോസ്റ്റ് പ്രിവലന്റ് ആയിട്ട് നിൽക്കുന്ന ഇൻഫെക്ഷൻ ആണ്. ഇനി ബ്രുഗിയ മലായി ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ കുറച്ച് ഏരിയാസിൽ പ്രധാനമായിട്ടും റെസ്ട്രിക്ട് ചെയ്ത് കാണുന്ന ഒരു ഓർഗാനിസം ആണ്. പ്രധാനമായിട്ടും എവിടെയൊക്കെയാണ്? കേരള, ആസാം, ഒറീസ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ആൻഡ് വെസ്റ്റ് ബംഗാൾ. ദെൻ നെക്സ്റ്റ് STD ആണ്. STD എന്താണ്? സെക്ഷുവലി ട്രാൻസ്മിറ്റിംഗ് ഡിസീസ് ആണ്. ഓക്കെ, സെക്ഷുവലി ട്രാൻസ്മിറ്റിംഗ് ഡിസീസുകളാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? STDs എന്ന് വിളിക്കുന്നത്. പ്രധാനമായിട്ടും സിഫിലിസ് ആൻഡ് ഗൊണേറിയാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ആയിട്ട് കാണുന്നത്, സിഫിലിസും ഗൊണേറിയയും. പക്ഷേ ഈ STDയുടെ ആക്ച്വൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ആക്ച്വൽ പോപ്പുലേഷൻ എത്ര ആൾക്കാർക്കാണ് നമ്മൾ ഹൈ റിസ്കിൽ ഉൾപ്പെടുത്തേണ്ടതുള്ള അല്ലെങ്കിൽ എത്ര ആൾക്കാർ ഹൈ റിസ്കിൽ ഉണ്ട് എന്നുള്ള കാര്യമൊന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റില്ല. കാരണം STDs വന്നു കഴിഞ്ഞാൽ ആളുകൾ പുറത്ത് പറയില്ല. എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ അവർക്ക് വന്നു കഴിഞ്ഞാലും പുറത്ത് മിണ്ടത്തില്ല. ഒന്നാമത്തെ കാര്യം നാണക്കേടാണ്, രണ്ടാമത്തെ കാര്യം അറിവില്ലായ്മയാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ടിട്ട് അവർ പുറത്ത് പറയാത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു അവയർനെസ് പ്രൊവൈഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് എക്സാക്ട് നമ്പർ ഓഫ് പോപ്പുലേഷൻസ് കാര്യങ്ങൾ ഈ ഒരു ഹൈ റിസ്കിലുള്ള ആൾക്കാരത് അറിയാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞോളുക.
നെക്സ്റ്റ് ഡിസീസ് എയ്ഡ്സ് ആണ്. അപ്പോൾ എയ്ഡ്സും എന്താണ് നമ്മുടെ മേജർ ഹെൽത്ത് പ്രോബ്ലം ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ എയ്ഡ്സ് ഓരോ വർഷം കഴിയുന്നതോറും അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റില് എയ്ഡ്സ് ഡിറ്റക്ട് ചെയ്തത് ഇയർ 1986 അതിന്റെ ക്യുമുലേറ്റീവ് നമ്പർ പോസിറ്റീവ് കേസ് ആകുന്നവരുടെ എണ്ണം ഇങ്ങനെ 2.08 മില്യൺ ബൈ ദ എൻഡ് ഓഫ് 2012 ആയിട്ടാണ് നമുക്ക് ആ ഒരു റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്തുണ്ട്, എയ്ഡ്സ് രോഗികളായിട്ട് ഉണ്ട്. ദെൻ നെക്സ്റ്റ് അതർ ഡിസീസ് ആണ്, വേറുള്ള ഡിസീസ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യാത്ത ആയിട്ടുള്ള ബാക്കിയുള്ള ഡിസീസുകളാണ്. അതിൽ വരുന്നതാണ് എൻറ്ററിക് ഫീവർ, എൽമിന്തിക് ഇൻഫെസ്റ്റേഷൻസ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ്, കാല അസർ, മെനിഞ്ചൈറ്റിസ്, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. ഇതെല്ലാം ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവയാണ്. പക്ഷെ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ട് വന്നത് മേജർ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ കാണുന്നതാണ്. പക്ഷെ അത് അത്ര മാത്രമല്ല, ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡിസീസുകളും എന്താണ് ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ വരുന്നവരാണ്. അപ്പോൾ ഈ ഇതിലൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഡിസീസുകളൊക്കെ ഒരു ചെറിയൊരു അല്ലെങ്കിൽ ഒരു മിനിമം ഇൻപുട്ട് ഓഫ് റിസോഴ്സസ് കൊടുത്താൽ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നവരാണ്. ഇതിൽ കൂടുതൽ ഇൻഫെക്ഷൻസും കൂടുതൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പ്രോബ്ലംസും നമുക്ക് എന്താണ് കുറച്ച് എഫേർട്ട് ഇട്ടാൽ അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റുന്ന ഡിസീസുകളും ഇതിന്റെ കൂട്ടത്തിലുണ്ടെന്നുള്ള കാര്യമാണ് അതിന്റെ സത്യാവസ്ഥ. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് ന്യൂട്രീഷണൽ പ്രോബ്ലം. ഇതിന്റെ കണ്ടിന്യൂവേഷൻ അല്ല, ഓക്കെ, ന്യൂട്രീഷണൽ പ്രോബ്ലംസ് ആണ്. അപ്പൊ ന്യൂട്രീഷണൽ പ്രോബ്ലംസ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയാമല്ലോ. പുവർ ന്യൂട്രീഷൻ കാരണം അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷൻ കാരണമാണ് ന്യൂട്രീഷണൽ പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം അതിനകത്ത് എന്താണ് ന്യൂട്രീഷൻ കണ്ടന്റ് ഇല്ലാതെ അല്ലെങ്കിൽ ആഹാരം കിട്ടാത്തൊരവസ്ഥയൊക്കെ വരുമ്പോൾ എന്തുണ്ടാവും, ഈ ഒരു മാൽ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂട്രീഷണൽ പ്രോബ്ലംസ് വരും. അപ്പൊ ഈ ന്യൂട്രീഷണൽ പ്രോബ്ലത്തിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോട്ടീൻ കലോറി മാൽ ന്യൂട്രീഷൻ ആണ്. അപ്പൊ ഈ പ്രോട്ടീൻ കലോറി മാൽ ന്യൂട്രീഷനെ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ചില നോട്ടിലൊക്കെ PCM എന്ന് കാണാറുണ്ട്. PCM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ കലോറി മാൽ ന്യൂട്രീഷൻ ആണ്. അപ്പൊ ഈ പ്രോട്ടീൻ കലോറി മാൽ ന്യൂട്രീഷൻ വരുന്നത് എന്തുകൊണ്ടാണ്, കഴിക്കുന്ന ഫുഡിനകത്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഡയറ്റിനകത്ത് ആവശ്യത്തിനുള്ള കലോറീസും പ്രോട്ടീൻസും ഇല്ലെങ്കിൽ അത് കാരണം വരുന്ന മാൽന്യൂട്രീഷനെയാണ് നമ്മൾ പ്രോട്ടീൻ കലോറി മാൽന്യൂട്രീഷൻ അല്ലെങ്കിൽ PCM എന്ന് വിളിക്കുന്നത്. നമ്മൾ ആഹാരം കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്, നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ബോഡി ഫങ്ഷൻസിന് വേണ്ടിയിട്ട് വേണം. അപ്പൊ ഇതൊന്നും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ വേസ്റ്റ് ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വേസ്റ്റ് കഴിക്കുന്നതിലൂടെ നമുക്ക് ഒരു സാധനവും കിട്ടില്ല. അപ്പൊ അങ്ങനെയല്ല, അതായത് ഡയറ്റിൽ നിന്ന് നമുക്ക് ഒന്നും കിട്ടാണ്ട് വരുമ്പോൾ, പ്രോട്ടീനും കലോറീസും ഒന്നും കിട്ടാണ്ട് വരുമ്പോൾ വരുന്ന പ്രശ്നമാണ് പ്രോട്ടീൻ കലോറി മാൽന്യൂട്രീഷൻ. അപ്പോൾ ഇതിൽ മേജറായിട്ട് കുട്ടികളാണ് ഈ ഒരു പ്രോട്ടീൻ കലോറി മാൽന്യൂട്രീഷന് അടിമപ്പെട്ട് പോകുന്നത്. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് ചിൽഡ്രനും എന്താണ് ക്വാഷിയോർക്കർ അതുപോലെ തന്നെ മെരാസ്മസ് പോലുള്ള ഈ ഒരു ന്യൂട്രീഷണൽ ഡിസീസ് കൊണ്ട് സഫർ ചെയ്യുന്ന കുട്ടികളാണ്. ദെൻ നെക്സ്റ്റ് വന്ന് ലോ ബർത്ത് വെയിറ്റ് ആണ്. അപ്പോൾ ലോ ബർത്ത് വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ജനിക്കുന്ന കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള വെയിറ്റ് ഇല്ലായ്മയാണ്. അതായത് ഒരു 2.5 കിലോഗ്രാമിൽ താഴെ ജനിക്കുന്ന കുട്ടികളെയാണ് നമ്മൾ ലോ ബർത്ത് വെയിറ്റ് ഉള്ള കുട്ടികളെന്ന് പറയുന്നത്. അപ്പൊ ഈ ലോ ബർത്ത് വെയിറ്റ് ഉള്ള കുട്ടികൾ ഏകദേശം 28% ആണ് പറയുന്നത്. 28% ഓഫ് ദ കുട്ടികൾക്കും എന്താണ് ലോ ബർത്ത് വെയിറ്റുമായിട്ടാണ് ജനിക്കുന്നത്. ലോ ബർത്ത് വെയിറ്റ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 2.5നെയാണ് ലോ ബർത്ത് വെയിറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ലോ ബർത്ത് വെയിറ്റ് ആയിട്ട് ജനിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികൾ അമ്മയുടെ വയറ്റിലായിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഇനഫ് ആയിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അനീമിക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു റീസൺ കൊണ്ട് ജനിക്കുന്ന കുട്ടികൾക്ക് ലോ ബർത്ത് വെയിറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് ആണ്. അപ്പോൾ അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സിനെയാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ IDD എന്ന് പറയുന്നത്. അപ്പോൾ IDD എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ്, അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ ആണ്. ഏകദേശം 71 ബില്യൺ പീപ്പിൾ ആണ് ഈ ഒരു എൻഡമിക് ഗോയിറ്റർ എന്ന് പറയുന്ന അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ വെച്ചിട്ട് അഫക്റ്റ് ആയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഗോയിറ്റർ അറിയാമല്ലോ, നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് സ്വെല്ല് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും, അതിനെയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഗോയിറ്റർ കാരണം സഫർ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം എത്രയാണ്, ഏകദേശം 71 ബില്യൺ പീപ്പിൾ ആണ്. അപ്പൊ അതൊരു മേജർ ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലം ആണ് IDD. ഇനി അതുപോലെ തന്നെ അയഡിൻ ഡെഫിഷ്യൻസിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബാക്കി ഡിസോർഡേഴ്സ് കാരണവും ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ആണ്. അപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി അറിയാമല്ലോ, വൈറ്റമിൻസ് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് എന്നാണ് വിളിക്കുന്നത്. മൈക്രോ ആണെന്ന് പറഞ്ഞാലും ആ മൈക്രോ ക്വാണ്ടിറ്റി
നമുക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായാലും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് വൈസ് നമ്മുടെ എല്ലാ ബോഡി ആക്ടിവിറ്റീസ് നടക്കണമെങ്കിലും നമുക്ക് വൈറ്റമിന്റെ പ്രസൻസ് വേണം. അപ്പോൾ ആ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറ്റമിൻ ബോഡിയിൽ എത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് വരും. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കാര്യമാണ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. അപ്പോൾ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി വൈറ്റമിന്റെ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. വൈറ്റമിൻ എ കൊണ്ട് എന്തൊക്കെയാണ് ഉപയോഗം നമ്മൾ പറഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി എവിടെയാണ് അഫക്ട് ചെയ്യുന്നത്? കണ്ണിലാണ് അഫക്ട് ചെയ്യുന്നത്. നമ്മുടെ ഐസൈറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് വൈറ്റമിൻ എ പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു 3 മുതൽ 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഐസൈറ്റിനെല്ലാം പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ആ ഒരു കണക്കൂടെ പറയുന്നുണ്ട്. ഏകദേശം 12,000 മുതൽ 14,000 വരെ കുട്ടികൾ എന്താണ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാരണം ഓരോ വർഷവും ബ്ലൈൻഡ് ആയിട്ട് പോകുന്നുണ്ട്. അതായത് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള കാഴ്ചശക്തി ഇല്ലാതാവുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. അതിന്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ കാഴ്ചശക്തി നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് കാരണം വരുന്ന ഡിസോർഡേഴ്സും ഇന്ത്യയിൽ ഏറ്റവും കൂടുതലാണ്. നെക്സ്റ്റ് പറയുന്നത് അനീമിയാസ് ആണ്. അനീമിയാസിൽ ന്യൂട്രീഷണൽ അനീമിയാസ് യങ് ചിൽഡ്രനിലും പ്രഗ്നന്റ് ലേഡീസിലും അതുപോലെ തന്നെ ലാക്ടേറ്റിംഗ് മദേഴ്സിലും ഒക്കെ കൂടുതലാണ്. നെക്സ്റ്റ് പറഞ്ഞ ലഥേറിസം ആണ്. ലഥേറിസം എന്ന് പറയുമ്പോൾ ക്രിപ്ലിംഗ് ഡിസീസ് ആണ്. അതായത് നമ്മൾ പൾസ് കഴിക്കുന്നത് കൊണ്ട് ലഥേറസ് സറ്റൈവസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഖെസരി ദാൾ അല്ലെങ്കിൽ ലാഗ് ദാൽ എന്ന് വിളിക്കുന്ന ഒരു പയർ വർഗത്തിൽപ്പെടുന്ന ഒരു സാധനമുണ്ട്, ഒരു എന്താണ് ആഹാരമുണ്ട്. അപ്പൊ അത് കഴിക്കുന്നത് വഴി വരുന്ന അസുഖമാണ് ലഥേറിസം. ഇപ്പൊ ഇന്ത്യയിൽ മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ ലഥേറിസം കോമൺ ആയിരുന്നു. അതുപോലെ തന്നെ ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡിലൊക്കെ ഈ ഒരു കണ്ടീഷൻ ലഥേറിസം എന്ന് പറയുന്നൊരു കണ്ടീഷൻ വളരെ കോമൺ ആയിരുന്നു. കാരണം അവിടുത്തെ ഉള്ള ഒരു പ്രത്യേകതരം കമ്മ്യൂണിറ്റി ഈ പറയുന്ന ഖേസരി ദാൽ അല്ലെങ്കിൽ ലാഗ് ദാല് ധാരാളമായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഖേസരി ദാലും അതുപോലെ തന്നെ ലാഗ് ദാല് എന്ന് വിളിക്കുന്ന ആ ഒരു പൾസ് വിഭാഗത്തില് ഒരു തരത്തിലുള്ള ഒരു ന്യൂറോ ടോക്സിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഒരുപാടായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കത് പ്രശ്നമുണ്ടാകും. അതിനെയാണ് നമ്മൾ ലഥേറിസം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇപ്പോൾ ആ ഒരു പൾസ് ഇവിടെ നിരോധിച്ചിട്ടുണ്ട്, അത് കഴിക്കാൻ പാടില്ല. അപ്പോൾ അന്ന് പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ആൾക്കാർ അവരുടെ ഒരു സ്റ്റേപ്പിൾ ഫുഡായിട്ട് കരുതിയിരുന്ന ഒരു പൾസ് വിഭാഗമാണ് ഈ പറഞ്ഞ ഖേസരി ദാൽ അല്ലെങ്കിൽ ലാഗ് ദാൽ. നെക്സ്റ്റ് ഫ്ലൂറോസിസ് ആണ്. അപ്പൊ ഫ്ലൂറോസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഫ്ലൂറൈഡ്സിന്റെ എമൗണ്ട് അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ലിനൊക്കെ ഈ ഒരു ഫ്ലൂറോസിസ് അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറൊക്കെ വരും. അങ്ങനെ വന്നിട്ട് ഉണ്ടാവുന്ന ഡിസീസാണ് ഫ്ലൂറോസിസ്. അപ്പോൾ അത് എന്താണ് കുടിക്കുന്ന വെള്ളത്തിന്റെ ആ ഒരു എന്താണ് അതിനകത്തുള്ള കണ്ടന്റിൽ കാര്യം വരുന്ന അതുകൊണ്ട് വരുന്ന ഒരു ഡിസീസാണ് ഫ്ലൂറോസിസ്. ഇത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, ബീഹാർ, ജാർഖണ്ഡ്, കേരള, രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ വളരെ മേജർ പ്രോബ്ലം ആയിട്ട് കണക്കാക്കുന്ന ഒന്നാണ്. നെക്സ്റ്റ് പറയുമ്പോൾ ഒന്ന് എൻവയോൺമെന്റൽ സാനിറ്റേഷൻ പ്രോബ്ലം ആണ്. അപ്പൊ നമുക്കറിയാം എൻവയോൺമെന്റലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ ക്ലീൻ അല്ല, സാനിറ്റൈസർ അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അസുഖങ്ങൾ വരും. അപ്പോൾ ലാക്ക് ഓഫ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ, നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധിയല്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ സാനിറ്ററി മെത്തേഡ്സ്, എക്സ്ക്രീറ്റർ ഡിസ്പോസൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻവയോൺമെന്റൽ സാനിറ്റേഷൻ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ സർവേസ് പറയുന്നത് ഏകദേശം റൂറൽ ഏരിയാസിൽ ജീവിക്കുന്ന 85% ഓഫ് ആൾക്കാരും ഓപ്പൺ ഫീൽഡിലും ഒക്കെയാണ് ഡെഫേക്കേറ്റ് ചെയ്യുന്നത്. കാരണം അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു ആ ഒരു ഫംഗ്ഷൻ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തത് കാരണം ഒരു ഓപ്പൺ ഫീൽഡിലാണ് ഡെഫേക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് കാരണം സോയിൽ പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ദെൻ ഈക്കോളൈ ബാക്ടീരിയയുടെ പ്രസൻസ് കാരണം ഡ്രിങ്കിങ് വാട്ടർ എല്ലാം പ്രശ്നമാകുന്നുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു എൻവയോൺമെന്റൽ സാനിറ്റേഷനുമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നെക്സ്റ്റ് മെഡിക്കൽ കെയർ പ്രോബ്ലംസ് ആണ്. അപ്പോൾ മെഡിക്കൽ കെയർ പ്രോബ്ലംസും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണാം. നമ്മുടെ ഇന്ത്യയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലും ഈ ഒരു വെസ്റ്റേൺ മെഡിസിനെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ മോഡേൺ മെഡിക്കൽ കെയർ എന്ന് പറയുമ്പോൾ കോസ്റ്റ്ലി ആണ്, അതുപോലെ തന്നെ കോംപ്ലെക്സ് ആണ്. അപ്പോൾ പറയുന്നത് ഈ ഒരു മെഡിക്കൽ ഫെസിലിറ്റീസ് ഏറ്റവും കൂടുതലുള്ളത് അർബൻ ഏരിയാസിലാണ്. ആളുകൾ സിറ്റി ആയിട്ട് ജീവിക്കുന്ന അർബൻ എല്ലാ ഫെസിലിറ്റീസും ഉള്ള സ്ഥലത്താണ് ഈ ഒരു മെഡിക്കൽ ഫെസിലിറ്റീസും വച്ചിരിക്കുന്നതെന്നാണ്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ റൂറൽ പോപ്പുലേഷന് ആ ഒരു സർവീസ് കിട്ടത്തില്ല. എല്ലാം അർബൻ ഏരിയാസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ റൂറൽ ഏരിയാസ് ജീവിക്കുന്ന ആൾക്കാർക്ക് സർവീസസ് കിട്ടാണ്ട് വരും. അപ്പോൾ ഹെൽത്ത് ഫെസിലിറ്റീസ് കിട്ടാത്ത കാരണം കൊണ്ട് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു കണക്കിവിടെ പറയുന്നുണ്ട് ഏകദേശം
80% ഓഫ് ഹെൽത്ത് ഫെസിലിറ്റീസും അർബൺ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അർബൺ ഏരിയാസിൽ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് കൂടുമ്പോൾ റൂറൽ ഏരിയാസിലുള്ള പോപ്പുലേഷന് സർവീസസ് കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അർബൺ ഏരിയാസിൽ ഇപ്പോൾ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലും അവിടെ ഡോക്ടേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ കുറവായതുകൊണ്ടും എന്ത് വരാം, മെഡിക്കൽ പ്രോബ്ലംസ് വരാം. അപ്പോൾ ഈ ഒരു മേജർ മെഡിക്കൽ കെയർ പ്രോബ്ലം ആയിട്ട് പറഞ്ഞത് ഇത് തന്നെയാണ്. ഹെൽത്ത് റിസോഴ്സസിന്റെ ഡിസ്ട്രിബ്യൂഷൻ അൺഈവൻ ആണ്. അതുപോലെ തന്നെ റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർക്കും അർബൺ ഏരിയാസിലുള്ള ആൾക്കാർക്കും ഒന്നും ഈ ഒരു ഹെൽത്ത് ഫെസിലിറ്റീസ് കിട്ടാത്തത് വഴി വരുന്ന മെഡിക്കൽ കെയർ പ്രോബ്ലംസ് ഉണ്ട്. നെക്സ്റ്റ് പറഞ്ഞത് പോപ്പുലേഷൻ പ്രോബ്ലംസ് ആണ്. അപ്പോൾ പോപ്പുലേഷനും ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഒരു രാജ്യം. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എക്കണോമിക് ഡെവലപ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആളുകൾക്ക് ലിവിങ് സ്റ്റാൻഡേർഡ്സ് അങ്ങനെ ഡെവലപ്പ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു മേജർ പ്രോബ്ലം ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.